ഹലോ ഫ്രണ്ട്സ്, പ്രതികാരം അത് വീട്ടാളല്ല. ഞാൻ ചെറിയൊരു പ്രതികാരം വീട്ടാൻ വേണ്ടി പോവാണ്ട്. വേറെ ആരോടും അല്ല, എൻ്റെ സ്നേഹസമ്പന്നനായ ഭർത്താവിനോട് തന്നെയാണ് ഗൈസ്. കല്യാണം കഴിഞ്ഞിട്ട് മൂന്നര വർഷം കഴിഞ്ഞെങ്കിലും 3 പ്രാവശ്യത്തെ ബർത്ത്ഡേ നടന്നിട്ടും എല്ലാ പ്രാവശ്യവും തലേദിവസം ഞാൻ വിളിച്ചിരുന്നു, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, വിളിക്കണം വിഷ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാലും ആള് കറക്റ്റ് സമയമാകുമ്പോൾ മറന്നു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷം എന്തായാലും തലേദിവസം പറയരുത്, ഒന്ന് ഓർക്കോന്ന് നോക്കണമെന്ന് ഓർത്തു കേട്ടോ. കാരണം എല്ലാ വർഷവും അന്നത്തെ ദിവസം വഴക്കുണ്ടാക്കാറുണ്ട്. കാരണം ഇതേ കാര്യത്തിൽ ചൊല്ലി തന്നെ ഈ പ്രാവശ്യം അത് തന്നെ സംഭവിച്ചു കേട്ടോ. തലേ ദിവസം രാത്രി വരെ 12 മണിക്കൂർ എന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളെ ഞാൻ ചോദിച്ചെന്നാലും എൻ്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചപ്പോൾ ആൾ പറയാം, ഒരു കാര്യം ചെയ്യുക, കിടന്ന് ഉറങ്ങിക്കോ, ലേറ്റ് ആയില്ലേ എന്ന്. പിന്നെ ഇങ്ങനെ പറയണവരോട് എന്താ ചെയ്യേണ്ടത്? പിറ്റേ ദിവസം ആടെയൊക്കെ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്നോട് വിളിച്ചിട്ട് പറയണേ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന്. ഞാൻ കോള് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ തന്നെ എനിക്കൊരു മെസ്സേജ്, സോറി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പറയുകയാണേ, ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കുക, നോ പ്രോബ്ലം എന്ന്. അവസരം ഞാൻ മുതലാക്കി. ഇത് ഞാനൊരു പ്രതികാരമായിട്ട് തന്നെ എടുത്തിട്ടാ. പിന്നെ ഒന്നും നോക്കില്ല, ഞാൻ ഷോപ്പിങ്ങിന് അങ്ങോട്ട് ഇറങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അത് തന്നെയായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് പോകണം എനിക്ക് കൂടുതൽ കംഫർട്ട്. കാരണം കൂടെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ പരമാവധി ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കും. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് ഞാൻ കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒറ്റയ്ക്ക് പോകാൻ തന്നെയാണ് എനിക്കിഷ്ടം. അങ്ങനെ 3-4 കടയിൽ കയറി ഡ്രസ്സ് നോക്കാൻ ആദ്യം പോയത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ അവിടെ നിന്ന് ബാഗായിട്ടും കമ്മലായിട്ടും ക്ലിപ്പായിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞാൻ മാക്സിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടിട്ട്. മാക്സിൽ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു 5-6 ഞാൻ വാരി എടുത്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ അമ്മച്ചിയുടെ ഗിഫ്റ്റ് കൊണ്ടു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഗ്രീൻ കളറിലതാണ് അമ്മച്ചിയുടെ ഗിഫ്റ്റ് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ അങ്ങേരുടെ അടുത്ത് നിന്ന് പ്രതികാരപൂർവ്വം ഞാൻ വാങ്ങിച്ചെടുത്തതാണ്. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു ബാഗ് നിറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, തീർന്നില്ല. ബില്ലടിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും എന്നൊക്കെ പിന്നെ കുഞ്ഞിക്കിളിക്കും വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ച് കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് ചെന്നതിൻ്റെ കുഞ്ഞിക്കിളിക്കും കൂടി പറഞ്ഞാൽ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതേ ചെരുപ്പും കൂടി, ഇതിനും കുറയ്ക്കേണ്ട ചെരുപ്പും കൂടി ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു. എന്തായാലും നല്ലൊരു ബില്ലെന്ന് അയച്ചു കൊടുക്കാമല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ സാധനം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷം നമുക്ക് നെക്സ്റ്റ് കാണാം.